ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സെൽവരാജ്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ നമ്മൾ ഈ ഹെൽമെറ്റ് ഉണ്ടല്ലോ, ഹെൽമെറ്റിൽ നമ്മുടെ ഗോപ്രോ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. എവിടെയൊന്നല്ല, ഏറ്റവും ഹെഡിലാണ് സ്ക്രൂ ചെയ്താണ് സെറ്റ് ചെയ്യണത്. പിന്നെ ഇതൊരു എന്റർടൈൻ വീഡിയോ ആയിട്ട് എടുക്കുക. ഇപ്പം നമ്മുടെ നിയമമൊക്കെ അനുസരിച്ച് ഗോപ്രോ ഒന്നും വയ്ക്കാൻ പാടില്ല എന്നുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് കാണിക്കുന്നത് മാത്രം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിൽ പോയാലോ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഈ ഗ്ലാസ് അഴിക്കണം. ഞാൻ ഉപയോഗിക്കുന്നത് SMK ഹെൽമെറ്റ് ആണ് കേട്ടോ. എൻ്റെ ഗ്ലാസ് അഴിക്കുന്ന ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ വലിച്ചതിന് ശേഷം നമ്മുടെ ഗ്ലാസ് നല്ല ടൈറ്റ് ആണ് കേട്ടോ. എന്റെ ശിവനെ, ഗജാതി ടൈറ്റ് അത്. അമ്മേ, ഓക്കെ, ഇവിടെ തൂരി വന്നു. ഓക്കെ, ഗ്ലാസ് നമ്മൾ ഊരി എടുത്തു. അല്ലാതെ ഇത് ലോക്കാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് ലോക്കാണ്. ലോക്കിലാണ് ഗ്ലാസ് നിൽക്കുന്നത്. നമ്മൾ ദൂരി എടുത്തു. അപ്പൊ ഹെൽമെറ്റിന്റെ കോലം ഇതുപോലെയായി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ സൈഡ്, ഈ ക്ലിപ്പ് മൊത്തം അഴിച്ചെടുക്കുക. അഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ക്ലിപ്പ് എന്നാ ടൈറ്റാ, എന്റെ അമ്മേ. ഓ, അടുത്തത് നമ്മൾ ഊരുന്ന അതിൻ്റെ ഉള്ളിൽ സ്പോഞ്ചാണ്. എന്തൊരു ടൈറ്റാ, ഭയങ്കര ടൈറ്റ്. അതിരെ പവർ തരൂ. ഓ, ഇത് ഒട്ടിച്ചു വെച്ചിരിക്കണോ പണിപാളിയ. ഫസ്റ്റ് ഹോളിൽ, അതായത് നമ്മള് ഹെൽമെറ്റ് വെക്കുന്നതിൻ്റെ ഉള്ളിൽ ഇവിടെ ഈ ഫസ്റ്റ് ഹോളിൽ കറക്റ്റ് സെന്റർ ആയിട്ട് വരും, ഇവിടെ ആയിട്ട് വരും. അപ്പൊ നമ്മൾ സ്ക്രൂ ചെയ്യണം. പിന്നെ ലീക്ക് വരുമോ എന്നൊക്കെ ഉണ്ടാവും. നമ്മൾ അതിനൊക്കെ വാഷർ ഇട്ട് നന്നായിട്ട് ടൈറ്റ് കിട്ടാം. കാണിച്ചു തരാം. സ്ക്രൂ ചെയ്യാൻ പോണ മെഷീനിന്റെ ഉള്ളിൽ തകി. ഭയങ്കര കട്ടിയാണല്ലോ. ഭയങ്കര കട്ടിയാട്ടോ. വലിയ ബിറ്റായിട്ട് അടിക്കാം. നമ്മ ബിറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ബിറ്റ് ഇട്ടിട്ട് അടിച്ചിട്ട് നമുക്ക് കേറുന്നില്ല. നല്ല സെറ്റ് സാധനം കേട്ടോ. ഒരു ഹെൽമെറ്റിന്റെ ഒക്കെ പവർ സ്ക്രൂ ചെയ്യണം. എന്റെ പൊന്നെ ഫ്രണ്ട്സ്, ഇത് ഹോള് വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും ഇടറില്ല, ഇത്ര പവറിലിട്ട് അടിച്ചിട്ട്. ഓക്കെ, ഫൈവ്. ചൈന ബിറ്റ് അടിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പൊ നമ്മള് ഹോള് വീഴുന്നില്ല കേട്ടാ. ചൈന ബിറ്റ് ഇട്ട് അടിച്ചിട്ടേ
അപ്പൊ നമ്മൾ എടുത്തിരിക്കണുണ്ടല്ലോ 2 സ്ക്രൂ എടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സ്ക്രൂവിൽ സക്സസ് ആവും. ഹെൽമെറ്റ് ഇത്രയും ബോൾഡാന്ന് ഞാൻ മനസ്സിലാക്കിയില്ല കേട്ടാ. ഈ ബിറ്റ് ഊരി മാറ്റാം. അപ്പൊ നമ്മൾ ചൈന ബിറ്റ് മാറ്റി വെക്കുകയാണ്. നെക്സ്റ്റ് അപ്പൊ നമ്മുടെ സ്ക്രൂ ഇട്ടടിച്ച് നോക്കാം. എന്താലേ അല്ല നമ്മൾ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോ ഹെൽമെറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് പോണം എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം. എന്നാലും നല്ല പവർഫുൾ സാധനം കേട്ടാ. ഇപ്പൊ നിങ്ങൾ തന്നെ വീഡിയോ കാണുന്നില്ലയോ? ഓക്കെ, പിന്നെ ഫ്രണ്ട്സ് ഇത് കണ്ട, ഞാൻ ഇത്ര ഇട്ട് അടിച്ചിട്ടാ ഒരു ചെറുതായിട്ടൊരു ഇത് വീണിട്ടുണ്ട്, അല്ലാണ്ട് ഹോളൊന്നും ആയിട്ടില്ല. അതേപോലെ ഇതെവിടെയും ഒരു അണക്കൂല കേട്ടോ. നല്ല സെറ്റ് സാധനം. ബിറ്റിട്ടടിക്കാണ് കേട്ടാ. ഇതെങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഓ ഫ്രണ്ട്സ്, നമ്മളിതണ്ടാ കാണുന്നില്ല, സ്ക്രൂ വെച്ചിട്ടുണ്ട്, അടിക്കാൻ പോകണ്ട. എന്റെ പോന്നെ, റിവേഴ്സ് ഊരി എടുക്കണം. ഫ്രണ്ട്സ് ഇതാ ഹോള് വീണു കേട്ടോ. ഇത് നമ്മളെടുത്തിരിക്കണ മറ്റേ ഷീറ്റിനൊക്കെ ഇടുന്നുണ്ടല്ലോ, ആ ഒരു സ്ക്രൂ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, ഹോള് വീണു. ഓ മുഖത്തൊക്കെ ഹോള് വീണു. കാണാമോ? ഹോള് വീണത് കാണാമോ? നെക്സ്റ്റ് നമ്മളെടുത്തിരിക്കുന്ന എല്ലങ്കിയുടെ ആണ് കേട്ടോ. എല്ലങ്കിയുടെ ഞെട്ടും പൊട്ടും. പിന്നെ വെള്ളം കയറാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ വാഷർ ഉപയോഗിക്കുന്നത്. വാഷർ നമ്മൾ വെള്ളം അകത്ത് പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഹെൽമെറ്റിൻ്റെ അകത്ത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഷർ ഉപയോഗിക്കുന്നത്. നേരത്തെ ടൈറ്റ് ചെയ്തപ്പോൾ കൂളായിട്ട് ഇറങ്ങിയപ്പോൾ ഇപ്പം എന്തൊരു ബുദ്ധിമുട്ട് അതാ. പിന്നെ അല്ലെങ്കിൽ സ്ക്രൂവിന്റെ ത്രെഡ് പോയി കഴിഞ്ഞാൽ കുടുങ്ങിയിട്ടാ, പിന്നെ അത് റിട്ടേൺ എടുക്കണമെങ്കിൽ ഭയങ്കര മല്ലിക്കെട്ടാണ്. ഫ്രണ്ട്സ് ഇത് നമ്മൾ ഇട്ടത് എങ്ങനെയാണെന്നറിയോ? ഇത് പ്ലക്കറിന് ഇങ്ങനെ പിടിച്ചിട്ട് ഇടുക. അതായത് നമ്മൾ എവിടെയാണോ ഇടുന്നത് അതിന്റെ മുകളിൽ വെച്ചിട്ട് പതുക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഈ പ്ലക്കർ ഇങ്ങനെ നെക്കി ഇങ്ങനെ കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ തിരിക്കുക. അത് കാണിച്ചു തരാം. ചാടിപ്പോയി. അതായത് ഒരു ഉദാഹരണം കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ എല്ലെങ്കിൽ ഇങ്ങനെ വെച്ചു, ഇതിങ്ങനെയാണെന്ന് വിചാരിക്കുക. അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഞട്ടും ബോൾട്ടൊന്നും ഇറക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് പ്ലക്കറിന് ഇങ്ങനെ പിടിക്കുന്നു, കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുന്നു. വച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കറക്കുന്നു. അപ്പോൾ ടൈറ്റ് ആവും. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ട്രിക്കി വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും കൂടി. പിന്നെ നമ്മൾ സെയിം മെത്തേഡ് ഇങ്ങനെ പിടിച്ചു, ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു, പതുക്കെ വെക്കുക. പതുക്കെ വെച്ചതിന് ശേഷം കണ്ടോ വച്ചു. നമ്മളിനി പതുക്കെ തിരിച്ചു കൊടുക്കരുത്. നമ്മൾ വച്ചിട്ടുണ്ട്. ഇനി ടൈറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയോ? ഇതുണ്ട്, ഇതിപ്പോൾ ഇങ്ങനെയല്ലയോ, ഉള്ളി പോകുമ്പോൾ അത് ഇങ്ങനെ വിരിയും. കാണിച്ചു തരാം. ഇതാ
നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. എന്നിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ അത്യാവശ്യം അത് ഇതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അല്ലെങ്കിൽ എടുത്ത് ഇവിടെ ടൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റ് ചെയ്യാം. ആണോ? അപ്പൊ ഗായ്സ്, നമ്മുടെ ഗോപ്രോ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് ട്ടാ. ബൈ.